ഇജ്മാഉം ഖിയാസുമാണ് പ്രധാനമായ രണ്ട് അനുബന്ധ പ്രമാണങ്ങൾ. ഇനി ഇജ്മാ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ജംഅ ആവുക. ജംഅ എന്നാൽ ഒരുമിച്ച് കൂടുക. ഇജ്മാ ഒരുമിച്ച് കൂടുക എന്ന നേരെ വാക്കർത്ഥം. ജമഅ അജ്മഅ, അജ്മഅ എന്നാണ് മാലി വരിക. അജ്മഅ യുജ്മിഉ ഇജ്മാ, ഇജ്മാഉൽ ഉമ്മ, ഇജ്മാഉൽ ഉലമ എന്നൊക്കെ സാധാരണ ഉപയോഗിക്കും. അജ്മഉ അലാ ഹാദാ എന്നൊക്കെ പറയും. അപ്പം ഇജ്മാ ആവുക എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ ഗവേഷകന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ ഒരു കാര്യത്തിൽ ഏകോപിക്കുക. ഖുർആനോ ഹദീസോ നീക്കുന്നവരെ പറഞ്ഞിട്ടില്ലാത്തൊരു വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ ഗവേഷകന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും ആ കാര്യത്തിൽ അവർ ഏകോപിക്കുന്നു എങ്കിൽ അതിനാണ് ഇജ്മാ എന്ന് പറയുക. ഒരു കാലഘട്ടത്തിലെ ഗവേഷകന്മാരായ പണ്ഡിതന്മാർ ഒരു ഹുക്മിൽ, ഒരു വിഷയത്തിൽ എല്ലാവരും കൂടെ ഏകോപിച്ചാൽ അതിനാണ് ഇജ്മാ എന്ന് സാങ്കേതികമായി ഉപയോഗിക്കുന്നത്. ദീനിയായ വിഷയത്തിലാവും ഇജ്മാ പറയേണ്ട ആവശ്യമില്ലല്ലോ. തരീഫ് അങ്ങനെ പറയാം. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഗവേഷകന്മാരായ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഒരു ദീനിയായ കാര്യത്തിൽ ഒരുമിച്ച് കൂടുക, അതാണ് അതിന് പറയുന്ന തരീഫ്. ഇജ്തിമാഉ മുജ്തഹിദു അസ്റിൻ മിൻ ഉസൂർ ഹാദിഹിൽ ഉമ്മ അലാ അംറിൻ മിനദ്ദീൻ. ദീനിലെ ഏതെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും കാലഘട്ടത്തിലെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്നു, അതിനാണ് ഇജ്മാ എന്ന് പറയുക. അപ്പോൾ ഒരുപാട് കാര്യം അവിടെ വരുന്നുണ്ട്. ഒന്ന്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരാവണം. അപ്പോൾ കഴിഞ്ഞ കാല സമുദായങ്ങളിലെ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞു, നമുക്കത് പ്രത്യേകിച്ച് ഇവിടെ പ്രമാണമൊന്നുമില്ല. ദീനി മേഖല അല്ലാത്ത വിഷയത്തിൽ ഏകോപനം വന്നു, അതുപോലെ ഈ വിഷയത്തിൽ ചർച്ച വരുന്നതല്ല, ദീനിൻ്റെ കാര്യമല്ല. ഒരു ഭൗതികമായ വിഷയത്തിൽ എല്ലാവരും കൂടെ ഒത്തു, അതുകൊണ്ട് ഇജ്മാ എന്ന് പറയാൻ പറ്റുമോ വെച്ചാൽ ഇല്ല. ഗവേഷകന്മാരാകണം യോജിക്കുന്നത്. ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യതയുള്ള മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരാണ് ഏകോപിക്കേണ്ടത്. അതെല്ലാം സാധാരണ മഴ തരാൻ പോണ ആൾക്കാർ, ഖുത്ബ പറയാൻ പോണ ആൾക്കാർ, അങ്ങനത്തെ ഒന്നും ഇതിൽ പരിഗണിക്കപ്പെടുകയില്ല. മുജ്തഹിദീങ്ങൾ ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ, ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാൻ ശേഷിയുള്ള പണ്ഡിതന്മാർക്കാണ് മുജ്തഹിദ് എന്ന് പറയാം. മുജ്തഹിദ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരും, അത് തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്യുന്നവൻ, അത് ഖുർആനും ഹദീസുമാകുന്ന പ്രമാണങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു മതവിധി കണ്ടെത്താൻ കഴിവുള്ള പണ്ഡിതന്മാർക്കാണ് മുജ്തഹിദ് എന്ന് പറയുക. മുജ്തഹിദീങ്ങൾ പല ഗണത്തിലുണ്ട്. മുജ്തഹിദ് മുത്ലഖ്, മുജ്തഹിദ് മുഖയ്യദ് എന്ന് പറഞ്ഞ രണ്ട് രൂപത്തിലേക്കായി മാറും. മുത്ലഖ് നിരുപാധികം ഗവേഷണം ചെയ്യാൻ യോഗ്യതയുള്ളവർ, അത്രയും ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചു, അറബി ഭാഷ പഠിച്ചു, ഖുർആൻ പഠിച്ചു, അതിനെല്ലാ വിശദാംശങ്ങളും പഠിച്ചു. അങ്ങനെയുള്ള മുസ്ലിം ഉമ്മത്ത് എല്ലാവരും കൂടെ ഏകോപിച്ച് അവരൊക്കെ മുത്ലഖ് മുജ്തഹിദാണ് എന്ന് അംഗീകരിച്ചു പോന്ന പണ്ഡിതന്മാർ. ഇപ്പം ഇമാം ഷാഫിയിൽപ്പെട്ടാണ്. ഇമാം ഷാഫി റഹിമഹുല്ലൊക്കെ മുത്ലഖ് മുജ്തഹിദാണ്. അതായത് സ്വതന്ത്രമായി ഇജ്തിഹാദ് ചെയ്യാൻ മാത്രമുള്ള നിലവാരത്തിലേക്ക് വൈജ്ഞാനികമായി എത്തിയവർ, അതാണ് മുത്ലഖ് മുജ്തഹിദ്. എന്നാൽ മുജ്തഹിദ് മുഖയ്യദ് ഉണ്ട്. ഒന്ന് മുത്ലഖ്, മറ്റൊന്ന് മുഖയ്യദ്. നിരുപാധികമുള്ള മുജ്തഹിദീങ്ങളും സ്വാഭാവികമുള്ള മുജ്തഹിദീങ്ങളും, അഥവാ ഒരു വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യത നേടിയവർ. ഒരു മദ്ഹബിൽ മാത്രം ഇജ്തിഹാദ് ചെയ്യുന്നവരുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാ, അദ്ദേഹം മുത്ലഖ് മുജ്തഹിദ് അല്ല, മുഖയ്യദ് മുജ്തഹിദാണ്. അഥവാ ഷാഫി മദ്ഹബിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ഗവേഷണം ചെയ്യുന്നത്. ഹനഫി, മാലിക്കി, ഹംബലി മദ്ഹബിലേക്ക് കയറി അതിൻ്റെ കൂടെ അടിസ്ഥാനം മുമ്പിൽ വെച്ചുകൊണ്ട് ഗവേഷണം ചെയ്യാൻ അവരാരും മുന്നോട്ട് വന്നിട്ടില്ല. ഒരു പക്ഷേ ശേഷി ഉണ്ടാകാം, പക്ഷെ അവരാ വഴിക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള മുജ്തഹിദീങ്ങൾ, അതാണ് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകൾ എല്ലാവരും കൂടെ യോജിക്കുന്നു ഒരു ഹുക്മിൽ. ഒരു യോഗം കൂടി തീരുമാനിക്കുന്നതല്ല. ഒരു കാലഘട്ടത്തിൽ ഒരു മുജ്തഹിദ് ഒരു പക്ഷേ ഇന്ത്യയിലുണ്ടാകും, മറ്റൊരു മുജ്തഹിദ് ഒരു പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക് ഉണ്ടാവുക. ലോകത്തിലെ പല ഭാഗത്തുമാണ്, ഒരു നാട്ടിലല്ല, ലോകത്ത് മുഴുവനുമുള്ള ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ അവരെല്ലാവരും ഒരു കാര്യത്തിൽ ഒരേ വിധി പറയുന്നു. ഒരു യോഗം കൂടി ചേർന്ന് കണ്ട് ഇതിങ്ങനെ ആക്കാം എന്ന് പറയുന്നതല്ല, അത് സംഭവ്യമല്ല. ലോകത്തിലെടുത്തുള്ള ആളുകൾക്ക് അങ്ങനെ ഒരുമിച്ച് കൂടാൻ ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ പറ്റും. സൂമും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട്. അന്നത്തെ കാലത്ത് അതുമില്ലല്ലോ. അപ്പോൾ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു, ആ വിഷയത്തിൽ ഖുർആനോ ഹദീസോ വ്യക്തമായി അധ്യാപനമില്ല,
അപ്പോൾ ഈ നാട്ടിലെ ഒരു മുജ്തഹിദ് ആ വിഷയത്തിൽ പറഞ്ഞ ഹുക്കം ഒന്നാണ്. അതേ ഹുക്കുമാണ് ലോകത്ത് പലയിടത്തുമുള്ള മുജ്തഹിദീങ്ങളൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞത്. അപ്പം ലോകത്തിൽ പക്ഷേ 100 ആളോ അല്ലെങ്കിൽ ഇപ്പുറമോ ഒക്കെ ആളുകൾ ഗവേഷകന്മാരുണ്ടാവും. ആ ഗവേഷകന്മാർ എല്ലാവരും പറഞ്ഞ കാര്യം ഒന്നായി മാറി യാദൃച്ഛികമായിട്ട്. അപ്പം അതിന് മനസ്സിലാക്കാം ഇതിനൊരു അടിസ്ഥാനം ഉണ്ട്. അതാണ് ഇജ്മാഅ്. ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത കാലത്തല്ല, ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ദീനിൻ്റെ ഒരു കാര്യത്തിൽ എല്ലാ മുജ്തഹിദീങ്ങളും ഏകോപിക്കുന്നു. അങ്ങനെ ഏകോപിച്ചു കഴിഞ്ഞാൽ അത് ഇജ്മാഅ് എന്ന് പറയും. അതിൽ പ്രമാണമാണ്. അത് സംഭവ്യമാണോ അല്ലേ അതൊക്കെ വേറെ കാര്യം. അങ്ങനെ ഏകോപിച്ച് കഴിഞ്ഞാൽ അത് തെളിവാണ്. ഏകോപിച്ചിട്ടുണ്ടോ? ഉണ്ട്. പല വിഷയത്തിലും ഏകോപിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇജ്മാഅ് ഉണ്ടാവോ ഇല്ലെന്ന് ചർച്ച നമ്മൾക്കിടയിലുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ മുജ്തഹിദീങ്ങളും ആരാണ് അങ്ങനെ തെരഞ്ഞുപിടിച്ചുണ്ടാക്കുക? ഒരാൾ മുജ്തഹിദ് ആണോ അല്ലേ അത് ആരാ തീരുമാനിക്കുക? ഒരാൾ മുജ്തഹിദ് ആണോ അല്ലേ എന്നുള്ളത് ആര് തീരുമാനിക്കും? അങ്ങനത്തെ എല്ലാ മുജ്തഹിദീങ്ങളെയും ആര് പോയി സമീപിക്കും? ഒരു അഭിപ്രായമൊക്കെ അങ്ങനെ ലോകത്തേക്ക് കിട്ടിക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തി ഇജ്മാഅ് സംഭവിക്കുമോ ഇല്ല എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. സംഭവിച്ചാൽ പ്രമാണമാണ് എന്നെല്ലാവരും സമ്മതിക്കുന്നു. ഇജ്മാഅ് ഉണ്ടാകാമോ ഇല്ലേ അതിൽ ഇജ്മാഅ് ഇല്ല. ഇജ്മാഅ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇജ്മാഅ് ഇല്ല. ഉണ്ടായാൽ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഇജ്മാഅ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ചില വിഷയങ്ങൾ പറയുമ്പോൾ ഇതിൽ ഇജ്മാഅ് ഉണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിക്കൂല. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, ഞാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. ഒരു കാലഘട്ടത്തിൽ ഒരു മുജ്തഹിദ് എതിര് പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ പറയുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇമാം അഹ്മദിനെ ഇപ്പോൾ ആളുകൾ പലപ്പോഴും പറയാ ലാ അഅ്ലമു ഫീഹി ഖിലാഫൻ. ഇമാം അഹ്മദിന്റെ പ്രയോഗം അതാണ്. ഇജ്മാഅ് ഉണ്ടെന്ന് പറയാതെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് എനിക്കറിയില്ല, ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് എനിക്കറിയുകയില്ല എന്നാണ് ഇമാം അഹ്മദൊക്കെ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗം. അത്രയും അറിയപ്പെട്ട് ലോകത്തെല്ലാവരും അക്കാര്യം ഇജ്മാഅ് ആണ് സമ്മതിച്ചു പോന്നാൽ പിന്നെ ഒരു പറയാറുണ്ട്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അൽ ഇജ്മാഅ് എന്ന പേര് കിതാബിന് എഴുതിയിട്ടുണ്ട്. അൽ ഇജ്മാഅ് എന്ന പേര് ഗ്രന്ഥം എഴുതി ലോകത്ത് ഇജ്മാഅുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇജ്മാഇന്റെ ഷർത്തുകൾ, ഉണ്ടാകാമെന്ന വസ്തുതകൾ, അങ്ങനെ ഉണ്ടായ ഇജ്മാഅുകൾ, ഇജ്മാഅ് ഇല്ലാതെ ഇജ്മാഅ് ഉണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ചിലതൊക്കെ അത്ര സൂക്ഷ്മതയില്ലാത്ത പണ്ഡിതന്മാർ ഇക്കാലത്ത് ഇജ്മാഅ് ഉണ്ട് എന്ന് പറഞ്ഞു പോയതുണ്ട്. അപ്പം ഇബ്നു മുൻദിർ റഹിമഹുള്ളയുടെ പ്രയോഗങ്ങൾക്ക് പലപ്പോഴും ധാരാളം കാണാം ഈ കാര്യത്തിൽ ഇജ്മാഅ് ഉണ്ട്. പക്ഷെ അതിൽ പലതും ഇജ്മാഅ് ഉള്ളതല്ല. ഇജ്മാഅ് ഉണ്ട് അദ്ദേഹം പറഞ്ഞ പല കാര്യത്തിലും ഇജ്മാഅ് ഉള്ളതല്ല, ഖിലാഫുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേർതിരിച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ അൽ ഇജ്മാഅ് എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു കാലഘട്ടത്തിലെ ഗവേഷകന്മാരായ പണ്ഡിതന്മാർ ഒരു കാര്യത്തിൽ ഇത്തിഫാക്കായി കഴിഞ്ഞാൽ അത് മുസ്ലിം ഉമ്മത്തിന് തെളിവാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്ത് ളലാലത്തിൽ യോജിക്കുകയില്ല. അങ്ങനെ തൊട്ടുമ്പോൾ കിട്ടും. ഇജ്മാഅ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എതിര് പറയാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് ഇജ്മാഅ് ആയി എങ്കിൽ പ്രമാണമായി കഴിഞ്ഞു. ഇനി അതിനെതിര് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അവിടെയൊക്കെ പ്രശ്നമുണ്ട്. കാരണം ഈ ഒരു ഇജ്മാഇൽ വന്ന ഒരു 50 പണ്ഡിതന്മാർ, ആ 50 പണ്ഡിതന്മാരുടെയും കാലശേഷം മാത്രമേ ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് ചർച്ചയുണ്ട്. കാരണം ഒരു പണ്ഡിതൻ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വിഷയം മാറ്റി പറഞ്ഞാലോ, അദ്ദേഹം കുറച്ചു കാലം കഴിയുമ്പോൾ കുറേ പഠിച്ചു, അപ്പോൾ ഒരു പക്ഷേ നിലപാട് മാറ്റിയേക്കാം. അപ്പോൾ അവർക്ക് മരിക്കുവോളം കാത്തിക്കണ്ടേ. അപ്പോൾ അവസാനത്തെ ആളും മരിച്ചിട്ട് ഈ ഇജ്മാഅ് നമുക്ക് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്ക് അവരിൽ നിന്ന് പഠിച്ചു പോകുന്ന ശിഷ്യന്മാരുണ്ടാവും. അപ്പോൾ ഓരോ കഴിയാൻ കാത്തിക്കണോ വേണ്ടേ എന്നൊക്കെ ചർച്ചകൾ ഇതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാലും മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിൽ കാര്യത്തിൽ ഇജ്മാഅ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കപ്പെടാം എന്നാണ്. സ്വഹാബത്തിൽ ഇജ്മാഅ് ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്തിനിടയിൽ ചില ഇജ്മാഅുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വല്യമ്മാൻ്റെ സ്വത്ത് വല്യമ്മാക്ക് 6-1 എന്ന കാര്യത്തിൽ സ്വഹാബത്തിലുണ്ടായ ഇജ്മാഅ് ആണ്. അതേപോലെ ചില സംഭവങ്ങളൊക്കെ സ്വഹാബത്തിൽ ഇജ്മാഅ് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ശേഷവും താബിഈങ്ങളുടെ കാലത്ത്, തബഉ താബിഈങ്ങളുടെ കാലത്തൊക്കെ ചില ഇജ്മാഅുകൾ ഉണ്ടായിട്ടുണ്ട്.